ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വർത്താനം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഇതാ ഒരു ഈവനിങ് വ്ലോഗ് എടുക്കാൻ വേണ്ടി നല്ല സെറ്റായി പവറായി ഉഷാറായിട്ട് വെടിക്കണേക്ക് പ്രത്യക്ഷപ്പെട്ട് കുറച്ച് നേരം ക്യാമറയുടെ മുന്നിൽ നിന്നിട്ട് ഓരോ കോപ്രായങ്ങളൊക്കെ കാട്ടി. പിന്നെ എനിക്ക് തന്നെ തോന്നി, ചേടാ ഞാൻ എന്ത് പരിപാടി കാട്ടുന്നു, വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിട്ട് ഇപ്പം ഞാൻ ഇന്നെ തന്നെയാണല്ലോ എടുക്കണമെന്നും കരുതിയിട്ടും അങ്ങനെ പിന്നെ അതൊക്കെ മാറ്റി വെച്ച് നമ്മുടെ പരിപാടിക്ക് പോകാമെന്നും കരുതി. അപ്പോൾ ചായ ഫസ്റ്റ് തന്നെ അമ്മ ഉണ്ടാക്കിയിട്ട് മാറ്റി വെച്ചിരുന്നു. പിന്നെ മൈദ ഞാൻ കുറച്ച് നേരത്തെ മുമ്പ് തന്നെ കലക്കി വെച്ചിരുന്നു. എന്തെങ്കിലും ഒരു പണിക്ക് നിൽക്കുന്ന സമയത്ത് ആ കുപ്പിത്തെ എണ്ണ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ തലക്ക് പിരാന്ത് മൂന്നും പിടിച്ചിട്ടോ. പിന്നെ അത് ആദ്യമൊക്കെ ഒന്ന് പൊട്ടിച്ച് ഒഴിച്ചിട്ട് വരുമ്പത്തിന് ഉണ്ടാക്കാൻ വന്ന പൂതിയൊക്കെ പോകും ചെയ്തിട്ടും. എന്തായാലും പറഞ്ഞിട്ടിപ്പോൾ കാര്യമില്ല, എണ്ണ അല്ലെങ്കിൽ ഇപ്പോൾ മുങ്ങിപ്പോരിയില്ലല്ലോ എന്നും കരുതിയിട്ട് അങ്ങനെ ഞാനത് എണ്ണ കുറച്ച് അട്ടിക്ക് ഒഴിച്ച് പിന്നെ കുപ്പിക്ക് ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ പുറത്തിൻ്റെ അമ്മൻ്റെ കുട്ടികളോട് നല്ല ഒച്ചിടുന്നുണ്ട്, അതിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും കേൾക്കുകയാണെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യട്ടോ. അങ്ങനെ ആ ബ്രെഡിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ഞാൻ മുറിച്ച് കൊടുത്തു. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ നാലാന്ന് ഒരു വീഡിയോസ് ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഒരാൾ കമൻറ്റ് ഇട്ടിരുന്നു, നമ്മൾ ഫാരിയുടെ കുപ്പിയിലാണ് എണ്ണ ഒഴിച്ച് വെച്ചിരിക്കണത്, അപ്പോൾ എന്തോ വിമ്മാണോ ഒഴിച്ചത് എന്തോ ചോദിച്ചിട്ട്. അപ്പോൾ വിമ്മൊന്നും ഒഴിക്കാറില്ല കേട്ടോ, പല പേരിലും ഇങ്ങനെ തന്നെ ആയിരിക്കും. എന്തെങ്കിലുമൊക്കെ സാധനം കൊടുത്താൽ പിന്നെ അതിൽ എണ്ണയും മുളകൊന്നും പറഞ്ഞ മാതിരി അങ്ങനെ കിട്ടുമല്ലോ. നമ്മളിവിടെ അങ്ങനെ കേട്ടോ, നമ്മളപ്പോൾ എന്തിനാപ്പോൾ ഇല്ലാത്തത്, ഇപ്പോൾ പൊക്കിപ്പറേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ കുട്ടികൾക്ക് ഓർക്ക് ഓരോന്നും കൊടുത്തു. പിന്നെ ഞാനിതാ ഓരോന്നും മുക്കിപ്പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതിൽ ഇങ്ങനെ തിന്നപ്പോഴാണ് തലക്ക് വെളിവായത്. എന്താ വെച്ചാൽ മാവ് കൂട്ടിയേക്കണ സമയത്ത് ഏലക്കായി ഇട്ടില്ല, പഞ്ചസാരയും പൊടിച്ചിട്ട് ഇട്ടില്ല കേട്ടോ. പിന്നെ ഇപ്പം ഇനിയിപ്പോൾ ഏതായാലും ആയില്ല, ഞമ്മക്കല്ലേ എന്നും കരുതി. അങ്ങനെ അമ്മായിയും കുട്ടികളും വല്യമ്മയും എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് ഇവിടേക്ക് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് ചായയും കടിയൊക്കെ എടുത്തു. അപ്പോൾ ചോറും കൂട്ടാനൊക്കെ വെക്കേണ്ടിയിരുന്നു, പക്ഷെ ഓര് വന്നപ്പോൾ ഓരവിടെ ഉണ്ടാക്കിയ ചോറും കൂട്ടാനും പിന്നെ അങ്ങനെ എല്ലാതും കുറച്ച് തട്ടിക്കൂട്ടിയൊക്കെ ഒപ്പിച്ച് കൊടുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എന്തായാലും കാര്യമായിട്ട് ഉണ്ടാക്കണ്ട, എന്തെങ്കിലും കുറച്ച് വാണേനും. അപ്പോൾ ചോറും കൂട്ടാനും വെക്കണതിൻ്റെ മുന്നേ തന്നെ ആദ്യം പോയിട്ട് ഉള്ളൊക്കെ ഒന്ന് അടിച്ചു വാരിടാൻ വാങ്ങി കൊടുക്കാനായിട്ടുണ്ട്. ഏറ്റവും പിരാന്ത് പിടിച്ചൊരു പണിയാണ് എൻ്റെ മക്കളത്. ആ പെൻസിൽ അവിടെ ഇവിടെ എടുത്തുവിടും, അത് ബാക്കിയുള്ളവർ എടുത്തു വെക്കാൻ നിൽക്കും വേണം, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ പെൻസിലേന്നും പറഞ്ഞ് കടന്ന് അകറും കേട്ടോ. നിങ്ങളെ പേരിലൊക്കെ ഉണ്ട് അങ്ങനെ ഉള്ളൊക്കെ അടിച്ചു വാരി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെണ്ടക്ക പുളിയിട്ട് വെക്കാമെന്ന് കരുതി. ഏതായാലും ഉച്ചയ്ക്ക് വെച്ച കറിയുണ്ട്, പിന്നെ അമ്മായിട്ടും വരുമ്പോൾ കൊടുന്ന കറിയുണ്ട്. അപ്പം ഇനി ഏതായാലും വേണ്ട, ഇതും പാടെ കുറച്ച് വെക്കുക, ഒക്കെപ്പാടെ തട്ടിക്കൂട്ടി നമുക്ക് ഇന്ന് രാത്രിയൊക്കെ കണ്ട് ഒപ്പിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നാളെ നമുക്ക് ഉഷാറാക്കാമെന്നും കരുതിയിട്ടും അങ്ങനെ ഞാൻ ക്യാമറ ഓണാക്കിയാൽ മതിയിട്ടും എൻ്റെ മകൾ വന്നിട്ട് വീഡിയോൻ്റെ മുന്നിൽ നിന്നിട്ട് പല കോപ്രായങ്ങളാക്കാൻ കേട്ടോ. അങ്ങനെ അരി അരക്കാണ്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ 100 വട്ടം പറയും കേട്ടോ, വീഡിയോൻ്റെ ഇടയ്ക്ക് വന്നിട്ട് പിന്നെ ഇന്നെ കണ്ടു എന്ന് പറഞ്ഞിട്ടുള്ള പരാതി പറയരുത് അറിയും. അപ്പം എന്നോട് പറയും, ഇല്ലട്ടോ ഞാൻ വരൂലട്ടോ പറയും. പക്ഷെ ഞാൻ വീഡിയോ ഓണാക്കി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒരു പൊട്ടെങ്കിലും മടത് കാണാതിരിക്കില്ല കേട്ടോ. അങ്ങനെ ഞാനിതാ വെണ്ടക്കറി വെക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഫസ്റ്റ് വെച്ച് ചായ കഴിഞ്ഞു. അപ്പോൾ വാപ്പ വരാനായിട്ട് പണി കഴിഞ്ഞിട്ട് അപ്പോൾ വാപ്പാക്ക് ഒരു ഗ്ലാസ് ചായ വെച്ചിട്ട് വാങ്ങി വെച്ചു. പിന്നെ ഈ വെണ്ടക്ക കറിയൊക്കെ ഉമ്മ കേട്ടോ, ഞാൻ ജസ്റ്റ് വീഡിയോ സെറ്റ് ചെയ്ത് കൊടുത്തു എന്ന് തന്നെ ഉള്ളൂ. ഉമ്മ കേട്ടോ വെക്കണത്. ഇപ്പോൾ 4-5 മാസമായില്ലേ കാര്യമായിട്ട് പണികളൊക്കെ എടുത്തിട്ട്. അപ്പോൾ ആദ്യത്തെ പോലെ എന്നിട്ട് എടുക്കാൻ വയ്ക്കണില്ല, പറ്റ കുഴങ്ങ കേട്ടോ. അപ്പോൾ വയ്ക്കണ പോലെയൊക്കെ എടുക്കും, പിന്നെ ബാക്കിയുള്ളതൊക്കെ ഉമ്മ എടുക്കും. ഇനി താത്താരുണ്ടാകുമ്പോൾ താത്താരും അങ്ങനെ എടുക്കും കേട്ടോ. അങ്ങനെ വെണ്ടക്കറി ആയി. പിന്നെ ഉണക്കമീൻ പൊരിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് കൊല്ലം പുളി കിട്ടും, ഞങ്ങളെ മരത്തുമെന്ന് പുളി കിട്ടും കേട്ടോ. അപ്പോൾ ആ പുളി കുലിക്കണ സമയത്ത് പച്ചപ്പുളിങ്ങി ചാടും. അപ്പോൾ ആ പച്ചപ്പുളിങ്ങ നല്ലോണം വേവിച്ചിട്ട് ഇങ്ങനെ മുളക് കൊടുന്നിട്ട് കീറിയിട്ട് അതിൽ ഇട്ട് വെക്കും. അങ്ങനെ ഒരു മാസത്തോളം ഇട്ട് വെക്കുമ്പോൾ ആ പുളിയൊക്കെ ആ മുളകിൽ കയറി പിടിച്ചിട്ട് നല്ലൊരു, അതുകൊണ്ടും നമ്മൾ ഗ്യാസ് സിമ്മിലിട്ടിട്ട് മെല്ലെ പൊരിച്ചെടുക്കുകയാണ്. ഈ അടിപൊളിയാട്ടോ, അതന്നെ മതി ചോറിന് കേട്ടോ. അങ്ങനെ മുളക് പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ എന്താ ചോദിച്ചാലും ചോറുണ്ട്, ഇനി അഥവാ ആ സമയത്തൊക്കെ ഇല്ലെങ്കിലോ എന്ന് കരുതിയിട്ട് അരി അരച്ചതും പാടല്ലേ. അപ്പോൾ പിന്നെ ഒരു ഗ്യാസുമേ റേഷൻ അരി വെക്കാമെന്നും കരുതിയിട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ഈവനിങ് വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ തരാം. ടാറ്റാ ബൈ ബൈ, സീ യു.